ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരമേറ്റെടുത്തതോടെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ തുടങ്ങി. ഇന്ത്യക്കാരുമായിട്ട് പറന്നിറങ്ങിയ വിമാനത്തിൽ കുത്തിനിറച്ചെത്തിച്ച ഇന്ത്യക്കാരോട് ക്രൂരമായ നടപടികളാണ് ട്രംപ് ഭരണകൂടം സ്വീകരിച്ചത്. മോദിയുടെ അടുത്ത ഫ്രണ്ടാണെന്ന് BJPക്കാർ അവകാശപ്പെടുന്ന ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേറ്റതിന് പിന്നാലെ ഇന്ത്യക്കാരോടുള്ള ക്രൂരത ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. മോദിയുടെ സ്വന്തം ഗുജറാത്തിൽ നിന്നുമുള്ള സാധാരണക്കാരെ വെറും മാടുകളോട് എന്ന പോലെയാണ് അമേരിക്കൻ ഭരണകൂടം പെരുമാറിയത്. ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെട്ട കുടിയേറ്റക്കാരിൽ അധികം പേരും ഗുജറാത്ത് സ്വദേശികളാണെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. US-ലെ അനധികൃത കുടിയേറ്റക്കാരിൽ ഗുജറാത്ത് പ്രാതിനിധ്യം ഓരോ വർഷം കൂടി കഴിയുന്തോറും വർദ്ധിക്കുകയാണെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. 2023 US-ലേക്ക് പോയ 67,391 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ 41,330 പേരും ഗുജറാത്തിൽ നിന്നുള്ളവരായിരുന്നു. ഗുജറാത്തികൾ നൂറ്റാണ്ടുകളായി ആഫ്രിക്കയിലേക്കും പശ്ചിമേഷ്യയിലേക്കും യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ അനധികൃത കുടിയേറ്റക്കാരായിട്ടായിരുന്നില്ല, മറിച്ച് ഔദ്യോഗികമായി തന്നെ ഗുജറാത്തികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തി. ഉയർന്ന വളർച്ചാ നിരക്കും ഉയർന്ന പ്രതിശീർഷ വരുമാനവുമുള്ള ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സ്ഥാനങ്ങളിൽ ഒന്നായിട്ടും നിരവധി പേർ ഇപ്പോഴും സംസ്ഥാനം ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. ഗുജറാത്തിൽ സമ്പന്നരായ ജനങ്ങളുണ്ടെങ്കിലും കൂടുതൽ പേരും ദരിദ്രരാണെന്നാണ് റിപ്പോർട്ട്. കാരണം എല്ലാവർക്കും മതിയായ നല്ല തൊഴിൽ അവസരങ്ങൾ സംസ്ഥാനം സൃഷ്ടിക്കുന്നില്ല എന്നതാണ് സത്യം. GDPയുടെ വളർച്ചാ നിരക്കിന് ആനുപാതികമായിട്ട് തൊഴിൽ അവസരങ്ങൾ വർദ്ധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ജോലികളുടെ ഗുണനിലവാരവും മെച്ചപ്പെട്ടിട്ടില്ല. 2022 പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം ഗുജറാത്തിൽ 74% തൊഴിലാളികൾക്കും രേഖാമൂലമുള്ള കരാറുകളില്ല. താൽക്കാലിക തൊഴിൽ കരാറുകൾ തൊഴിലാളികളുടെ വേതനം കുറയ്ക്കുന്നതിന് കാരണമായി തീർന്നിട്ടുമുണ്ട്. 2024 റിപ്പോർട്ട് അനുസരിച്ച് ഗുജറാത്തിലെ താൽക്കാലിക കരാറുകാരായ തൊഴിലാളികൾക്ക് പ്രതിദിനം ലഭിക്കുന്ന ശരാശരി വേതനം 375 രൂപയാണ്. കേരളത്തിൽ 836 രൂപ, തമിഴ്നാട്ടിൽ 584 രൂപ എന്നിങ്ങനെയുള്ള മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. ഗുജറാത്തിലെ സ്ഥിരം ശമ്പളക്കാരായ തൊഴിലാളികൾക്ക് പോലും ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് ലഭിക്കുന്നത്. 2024 ഗുജറാത്തിലെ ശരാശരി പ്രതിമാസ ശമ്പളം 17,503 രൂപയായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ വേതനം ഇതിലും കുറവാണ്. ഗുജറാത്തിലെ കർഷക തൊഴിലാളികൾക്ക് 2023 പ്രതിദിനം വെറും 242 രൂപ മാത്രമാണ് ലഭിച്ചത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. ഗ്രാമപ്രദേശങ്ങളിലെ മോശം ജീവിത സാഹചര്യങ്ങൾ കാരണമാണ് പലരും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് അനധികൃത കുടിയേറ്റക്കാരായി പോകുന്നത്. ഗുജറാത്തിൽ ഏറ്റവും ഉയർന്ന സംസ്ഥാന പ്രതിശീർഷ അറ്റ മൂലധന ഉൽപാദനം ഉണ്ടായിരുന്നിട്ടും സാമ്പത്തിക വളർച്ചയ്ക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും ഇത് ഉപകാരപ്രദമാകുന്നില്ല എന്നതാണ് സത്യം. ഇന്ത്യയെ ലോക സാമ്പത്തിക ശക്തിയാക്കുമെന്ന് വീമ്പ് പറയുന്ന മോദി പക്ഷേ ഗുജറാത്തികളെ വെറും നായ്ക്കളായി ഉപമിക്കുന്ന ട്രംപിന്റെ മുന്നിൽ വീണ്ടും പോയി വാലും ചുരുട്ടിയിരിക്കുമ്പോൾ അപമാനിക്കപ്പെടുന്നത് ഈ രാജ്യം കൂടിയാണ്.